ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ, ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് മെൽറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തതാണ് കേട്ടോ. നല്ല ചോപ്പായിട്ടുള്ള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബട്ടറിന് പകരം വെളിച്ചെണ്ണ ഓയിലോ എന്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ കുറച്ച് താഴെയായിട്ട് മുളക് പൊടി, പിന്നെ ഗരം മസാലയും ചിക്കൻ മസാലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിച്ചത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറണ വരെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ക്യാബേജ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാരറ്റും ചെറിയൊരു പീസ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് കുക്കാവൊന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ മസാല കുറച്ച് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു പീസും കൂടി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ നിറയില്ല, ഒരു 3/4 ടീസ്പൂണോളം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. വൈറ്റ് സോസ് ഉണ്ടാക്കണ പോലെ തന്നെ കേട്ടോ. എന്നിട്ട് ഈ മസാലയും അതിൻ്റെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് വേവിച്ചെടുത്തതാണ്, ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചിക്കനൊന്ന് അതിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡിയാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ ഒരു വലിയൊരു ഉരുളൻകിഴങ്ങാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അതൊന്ന് കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കട്ട്ലേറ്റിൻ്റെ പോലെ കുഴച്ചെടുക്കുക. ഇനി കൈ മുട്ടി പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ തടവിയിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. പിന്നെ ഞാൻ ബ്രെഡ് പൊടിച്ചത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, പിന്നെ ഒരു പ്രത്യേക ഒരു കളറുമാണ് കേട്ടോ. ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗരം മസാലയും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. 1-2 മിനിറ്റ് ആ ബ്രെഡിൻ്റെ ഒരു നനവൊക്കെ ഒന്ന് മാറണ വരെ, ഒരു ക്രിസ്പി ആവണ വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ചൂടാക്കി എടുത്തിട്ടുണ്ട്, ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു മുട്ടയും കുറച്ച് പാലും പിന്നെ കുറച്ച് കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് ഈ മുട്ടൻ്റെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് പുറം നല്ല മുരിഞ്ഞിക്കാണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിക്കാരം. അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വല്ലാതെ ചൂടാക്കണ്ട, കരിക്കൊന്നും വേണ്ട, ചെറിയ തീയിലിട്ട് കണ്ട് ആ മസാലേൻ്റെ ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മുട്ടൻ്റെ ബാറ്ററിൽ കട്ട്ലേറ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാതും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഓയിൽ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്നത് ഫ്രൈ ചെയ്തെടുക്കുക. മുക്കി പൊരിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ കുറച്ച് ഓയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊരിച്ചാലും മതി. അപ്പം നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക.